ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വരുന്നു. 9 തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഇഡി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് അയക്കുന്നത്. ഈ 9 തവണയും അരവിന്ദ് കെജ്രിവാൾ ഹാജരാകുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം നേടി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അതിൽ ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായില്ല എന്നൊരു സാഹചര്യം വരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നത്. ഇഡി സംഘം വീട്ടിലെത്തുമ്പോൾ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായിരുന്നു. ആ നിലയിൽ തന്നെ ആം ആദ്മി പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയും പ്രതിഷേധവും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. മദ്യനയ അഴിമതിയിലാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിന്റെ സാഹചര്യം ഒരുങ്ങുന്നത്. നേരത്തെ മനീഷ് സിസോദിയയും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങളുമായി. രഞ്ജിത്ത്, മദ്യനയ അഴിമതി കേസിലാണ്, അതിനെ തുടർന്നുള്ള കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇഡി രേഖപ്പെടുത്തുന്നത്. ഈ മന്ത്രിസഭയിലെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അരവിന്ദ് കെജ്രിവാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കിങ് പിൻ എന്നതാണ് ഇഡി നൽകുന്ന വിവരം. എന്താണ് ഈ കേസ്? എങ്ങനെയാണ് ഇങ്ങനെ ഒരു കുരുക്ക് ആം ആദ്മി പാർട്ടി നേതാക്കൾക്കുണ്ടാകുന്നത്? കെജ്രിവാളിന്റെ തന്നെ അറസ്റ്റിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്? രേണുക, ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ മദ്യം വിതരണം എന്നുള്ളത് പൂർണ്ണമായും സ്വകാര്യ മേഖലയെ കൈമാറാനായിരുന്നു നിർദ്ദേശമുണ്ടായിരുന്നത്. ഇതുവഴി സുതാര്യമായ മദ്യവിതരണം ഉറപ്പാക്കുക, എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായ അളവിൽ മദ്യം നൽകുക എന്നിങ്ങനെ, ഒപ്പം മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഈ പുതിയ മദ്യനയം 2022 ജൂലൈയിൽ 2022 നടപ്പിലാക്കിയത്, 2021 നവംബറിൽ നടപ്പിലാക്കിയത് കെജ്രിവാൾ സർക്കാർ. അന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒപ്പം ഈ മതസ്ഥാപനങ്ങളുമടക്കം ഈ പുതിയ മദ്യനയത്തിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലം കൂടി കണ്ടു. ഈ സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ അനുസരിച്ച് എല്ലായിടത്തും കൃത്യമായ രീതിയിൽ വിതരണം നടപ്പിലാക്കുക എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ലംഘനം വന്നപ്പോൾ തന്നെ ബി.ജെ.പിയുടെ ദില്ലി ഘടകം, ബി.ജെ.പിയുടെ ദില്ലി അധ്യക്ഷൻ ആദ്യം പരാതിയുമായി രംഗത്ത് വരികയും തുടർന്ന് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു. ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണ പ്രകാരം ഇത്തരത്തിൽ ഈ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടെന്നും ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഉന്നതതല അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഒരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി നൽകുകയുണ്ടായി. 22 സോണുകളായി വിഭജിച്ച് ഓരോ സോണിലും 27 കടകൾക്കാണ് അനുമതി നൽകിയിരുന്നത്. അങ്ങനെ 865 ഔട്ട്ലെറ്റുകൾക്ക് കെജ്രിവാൾ സർക്കാർ അനുമതി നൽകുകയായിരുന്നു. ഈ മദ്യത്തിന്റെ ഗുണനിലവാരത്തിലടക്കം അന്ന് വ്യാപകമായ പരാതി ഉയർന്നു. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെടുകയും CBIയെ അന്വേഷിക്കണം എന്നാവശ്യപ്പെടുകയും CBI അന്വേഷിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. CBI പ്രാഥമിക അന്വേഷണം നടത്തി ഈ വിഷയത്തിൽ പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്തതോടുകൂടിയാണ് അതിൽ വഴിത്തിരിവുണ്ടാകുന്നത്. തുടർന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലൈസൻസ് ഫീസിലടക്കം 144.36 കോടി രൂപയുടെ ഇളവ് നൽകി എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. തുടർന്ന് ഈ 2022 ജൂലൈ 30 ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങൾ വരികയും കേസാവുകയും നിരവധി ക്രമക്കേടുകൾ പുറത്തു വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് 2022 ജൂലൈ 30 ഈ മദ്യനയത്തിൽ നിന്ന് പിന്മാറുകയും ആ വർഷം ഒക്ടോബർ മാസം മുതൽ പഴയ മദ്യനയത്തിലേക്ക് ദില്ലി തിരിച്ചു പോവുകയും ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ ക്രമക്കേടുകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കുരുക്കുകളിലേക്ക് ഇപ്പോൾ അതിഷി മാർലേന മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇന്നലെ ജയിലിൽ കിടന്ന് അരവിന്ദ് കെജ്രിവാൾ ഭരണം നിർവഹിക്കുമെന്ന് പറഞ്ഞത് അതിഷിയാണ്. ഡൽഹിയിലെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയാണ്. അതിഷിയുടെ വാക്കുകളിലേക്ക്. तो ये एक बहुत बड़ी चिंता आम आदमी पार्टी की भी है, ये एक बहुत बड़ी चिंता देश की भी है कि क्या केंद्र सरकार ईडी की कस्टडी में अरविंद केजरीवाल को पर्याप्त सिक्योरिटी दे रही है कि नहीं दे रही है। ये केंद्र सरकार का अपना असेसमेंट है कि वो Z+ सिक्योरिटी की आवश्यकता रखते हैं और एक Z+ सिक्योरिटी की आवश्यकता रखने वाले एक सिटिंग चीफ मिनिस्टर को कस्टडी में रखते हुए ईडी ने उनका क्या सिक्योरिटी का अरेंजमेंट किया है, इस बात को केंद्र सरकार को देश के सामने रखना होगा. ൊപ്പമെന്നാണ് അതിഷി മാർലേന പറയുന്നത്. ഒപ്പം സുരക്ഷ, അരവിന്ദ് കെജ്രിവാളിന്റെ സുരക്ഷ സംബന്ധിച്ച ചോദ്യങ്ങളും ഉയർത്തുന്നു അതിഷി. രഞ്ജിത്ത്, തുടരാം.
അങ്ങനെയാണ് ഇതിൽ നമുക്കറിയാം വലിയ പ്രതിഷേധം നടത്തിയ ആളാണ്. ഒരുപക്ഷെ കെജ്രിവാളിന് പകരക്കാരിയായി പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ആൾ കൂടിയാണ് അതിഷി എന്നുള്ളത് വളരെ പ്രധാനമാണ്. കെജ്രിവാളിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം നൽകി കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വന്നത് രേണുക 2022 ജൂലൈ 30 ഈ മദ്യനയത്തിൽ നിന്ന് കെജ്രിവാൾ സർക്കാർ പിന്മാറുന്നത് എന്നുള്ളതാണ്. തുടർന്ന് ഈ 2023 മാർച്ചിൽ മാർച്ച് 9 സിസോദിയ അടക്കം 15 പേരെ പ്രതികളാക്കിയിരുന്നു CBI അന്വേഷണത്തിൽ. 2021 മാർച്ച് 9 സിസോദിയ അറസ്റ്റിലാകുന്നു. നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ വലം കൈയും ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയ അറസ്റ്റിലാകുന്നതോടുകൂടിയാണ് കേസിന്റെ ഗൗരവ സ്വഭാവം കൂടുന്നത്. തുടർന്ന് നിരവധി നിയമ പോരാട്ടങ്ങൾ സിസോദിയയെ പുറത്ത് ഇറക്കാനായി നടത്തിയെങ്കിൽ പോലും കോടതികളൊന്നും കനിഞ്ഞില്ല. വളരെ കൃത്യമായ തെളിവുകൾ CBIയുടെ ഒന്ന് തുടരുക.